ചായ ഇത്തിരി കടുപ്പത്തിലായിക്കോട്ടെ കുഞ്ഞാലി. കുഞ്ഞാലി 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 ഇങ്ങനെയുണ്ട് ഒരു കുഞ്ഞാലി വിളി. നാട്ടുകാർക്ക് മുഴുവൻ വേണം കുഞ്ഞാലി. ഇപ്പം ആലഞ്ചേരി തമ്പ്രാക്കന്മാരാണല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ ആളുകള്, അവർക്കും വേണം കുഞ്ഞാലി. ഇനിയിപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു കാലിച്ചായ വേണമെങ്കിൽ അതിനും വേണം കുഞ്ഞാലി. ആകെപ്പാടൊരു കുഞ്ഞാലിയും ഉണ്ട്. അതെ, ആരെ കുഞ്ഞാലി? ഞാൻ തന്നെ. കണ്ടോ, നിങ്ങൾക്ക് വേണം കുഞ്ഞാലി. അല്ല, ഈ ആലഞ്ചേരിലേക്കുള്ള വഴിയേതാ? ഏത് ആലഞ്ചേരിയിലേക്കാ? എന്താ പ്രശ്നം എന്താ? ഏയ്, പ്രശ്നമൊന്നുമില്ല. ഓ, അപ്പൊ പിന്നെ കുരിക്കൽ അങ്ങട്ടല്ല. ഇവിടെ ഇപ്പൊ 2 ആലഞ്ചേരിക്കാരുണ്ട്. ഒന്ന് ചന്തപ്പം കുരിക്കളും ചാത്തുക്കുട്ടി ഭാഗവതരും. ഇങ്ങക്ക് കാണണ്ടേ ഭാഗവതരെ? അതെ, ഭാഗവതരോട് വല്ലതും പറയാണ്ടെങ്കിൽ അത് കുരിക്കലടുത്ത് പറയാം. ഇതേ കുരിക്കലോട് വല്ലതും പറയാണ്ടെങ്കിൽ ഭാഗവതരടുത്തും പറയാം. ഇനി അതല്ല, 2 പേരോടും പറയാൻ വിഷമമുള്ള കാര്യമാണെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇങ്ങോട്ട് പറഞ്ഞോളി. അത് എനിക്ക് ഭാഗവതരെ നേരിട്ട് കാണണം. അതെ, ആ വരി. ഈ വഴിക്ക് നേരെ ചെന്നാലേ ഇടത് ഭാഗത്ത് വയലിന്റെ പക്കത്ത് വലിയ പഠിപ്പുള്ള ഒരു വീട് കാണാം. അത് തന്നെ. ദൂരത്തെ ഒച്ചും വിളിയൊക്കെ കേക്കാം. ഒച്ചയും വിളിയോ? ആ, ഭാഗവതര് സ്വന്തം മക്കളെ സാജീകൂന്നൊക്കെ പഠിപ്പിക്കുന്നതാ. പോയിക്കോളി. വലിയ ഉപകാരം. ഓ, വരട്ടെ. ഇതിനും വേണം കുഞ്ഞാലി. ഓ, പാടുക. നല്ല ശുദ്ധമായിട്ട് പാടുക. നിർത്തുക. എനിക്ക് ശേഷം പാടാൻ ആലഞ്ചേരിയിൽ ഒരാളും വേണ്ടെന്ന് ഉറപ്പിച്ചിരിക്കുക നിങ്ങൾ എല്ലാവരും കൂടെ. ഞാൻ ദിവസവും സാധകം ചെയ്യണുണ്ട് അച്ഛാ. ഞങ്ങളും സാധകം. ആ വാക്കിന്റെ അർത്ഥം അറിയോ നിങ്ങൾക്ക്? സപ്തസ്വരങ്ങൾ സ്ഥാനം തെറ്റാതെ പാടാൻ കഴിയുമോ ആർക്കെങ്കിലും? വർഷം എത്രയായി ഞാൻ ഈ കഷ്ടപ്പാട് തുടങ്ങിയിട്ട്? ഇപ്പോഴും തുടങ്ങിയിട്ട് തന്നെ നിൽക്കുക. നിങ്ങൾ എന്തിനാണ് നടക്കാത്ത കാര്യത്തിന് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്? ആരാ പറഞ്ഞു നടക്കൂലെന്ന്? നടക്കും. ഇനി ഇക്കാര്യത്തിൽ നിന്റെ വക്കാലത്ത് വേണ്ട. പോവാ. ചിരിക്കണ്ട. മക്കളാണെന്നും പറഞ്ഞ് അഭിമാനത്തോടെ ഇരിക്കുന്നുണ്ടല്ലോ എല്ലാവരും. നിങ്ങളെയൊക്കെ മനസ്സിലെങ്കിലും ഇത്തിരി സംഗീതം ഉണ്ടായത് എന്റെ പ്രയത്നം കൊണ്ടാ. ഇനി ഇപ്പൊ പാട്ട് വേണ്ട, മൃദംഗവും ഘടവും വയലിനും ഒക്കെ മതിയെന്ന് വെച്ചാൽ അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ. മക്കളാണത്രേ, മക്കള്. ആരാ? ഞാന് വടക്കേക്കര ക്ഷേത്രത്തിൽ നിന്ന് കമ്മിറ്റി പ്രസിഡന്റ് പറഞ്ഞിട്ട് വരിക. വടക്കേക്കര? അവിടെയല്ലേ കച്ചേരി? അതെ. ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കോളാന്ന് പറഞ്ഞിരുന്നല്ലോ. എന്താ, എന്തെങ്കിലും വിശേഷമുണ്ടോ? ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പ്രശ്നം? കമ്മിറ്റിക്കാരിപ്പോ 2ആയിട്ട് പിരിഞ്ഞിരിക്കുക. ഒരു കൂട്ടര് പറയണേ പരിപാടി നടത്തിക്കില്ലെന്നാ. ഏയ്, അതൊന്നും ഉണ്ടാവില്ല. വടക്കേക്കര എന്ന് പറയുമ്പോ ഇത്തിരി പ്രശ്നമുള്ള സ്ഥലമാണ്. ഞാൻ കച്ചേരി നടത്താത്ത ഒരു സ്ഥലവും ഈ ചുറ്റുവട്ടത്തില്ല. പിന്നെ വടക്കേക്കരക്കാർക്ക് മാത്രമായിട്ട് എന്താ ഒരു പ്രത്യേകത? എന്താ എന്റെ പേര്? കണാരൻ. ആ, കണാരൻ പോയി പ്രസിഡന്റിനോട് പറയാ, ഒരു പ്രശ്നവും ഉണ്ടാകാതെ കൃത്യസമയത്ത് തന്നെ ആലഞ്ചേരിക്കാർ കച്ചേരി നടത്തിയിരിക്കും. ശരി, ആ, എന്നാ ഞാൻ മറ്റേ വാസുവേ. എന്താ? ആ, നീ ചന്തപ്പനോട് പോയി പറയാ വൈകുന്നേരം കുട്ടികളെ കൂട്ടി വടക്കേക്കരയ്ക്ക് വരാൻ. മനസ്സിലായോ? വലിയ മറന്ന് നൂർന്ന് വലത്ത് കയറി വലിയ മറന്ന് തിരിഞ്ഞു വലിയ മറന്ന് മലർന്ന് വലിയ മറന്ന് നൂർന്ന്. നീ കളരിപ്പയറ്റ് പഠിക്കാൻ വന്നതോ അതോ കഥകളി പഠിക്കാൻ വന്നതോ? മക്കളെന്ന സ്ഥാനമൊക്കെ വീട്ടില്. കളരി വന്നാ മനസ്സിവിടെ നിൽക്കണം. പയറ്റ് പഠിക്കാൻ വന്നാ പയറ്റ് പഠിക്കണം. താ നോക്ക്. ഇവിടെ ഉറപ്പുണ്ടാവണം. മനസ്സ് പറയുന്നിടത്ത് നെയ്യ് വഴങ്ങണം.
വലിഞ്ഞമർന്ന് നൂർന്ന് വലത്ത് കയറി വലിയമർന്ന് തിരിഞ്ഞു വലിയമർന്ന് മലർന്ന് വലിയമർന്ന് നൂർന്ന്. എന്താ വാസുവേ പതിവില്ലാതെ കളരിയിലേക്ക്? അച്ഛൻ പറഞ്ഞയച്ചിട്ട് വരികയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വടക്കേക്കരയില ഇന്ന് കച്ചേരി. കരക്കാര് രണ്ടായി തിരിഞ്ഞു. കച്ചേരി നടത്തിക്കില്ലെന്നാ ഒരു കൂട്ടർ പറയണത്. എന്ന് ആര് പറഞ്ഞു? വടക്കേക്കരക്കാരാണോ ആലഞ്ചേരിക്കാർ അഭ്യാസം നടത്തണോ കച്ചേരി നടത്തണോ എന്ന് തീരുമാനിക്കുന്നത്? അത് ആലഞ്ചേരിക്കാർ തന്നെ അങ്ങ് തീരുമാനിച്ചോളും. വാസുബുക്കോ, ഞാൻ എന്റെ കുട്ടികൾക്ക് കച്ചേരി നടത്തേണ്ട വിധം ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ. ശരി. പ്രസിഡന്റ് പേടിക്കാതിരിക്കുക. ഞാൻ കച്ചേരി നടത്തൂന്ന് പറഞ്ഞാൽ നടത്തിയിരിക്കും. അറിയാലോ എനിക്ക്. അല്ല, അതായിരിക്കും ഉറപ്പുള്ളത്. ഇതിപ്പോ ഭാഗവതരോടുള്ള എതിർപ്പായിട്ട് തോന്നരുത്. ഞങ്ങളോടൊക്കെ ആകെയുള്ള ഒരു അതിപ്പോ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ കലാകാരനെ അവമാനിക്കുന്നവൻ, പ്രത്യേകിച്ച് സംഗീതക്കാരനെ അവമാനിക്കുന്നവൻ ആരായാലും അവനെ നിലയ്ക്ക് നിർത്തണം എന്ന അഭിപ്രായക്കാരാണ് ഞാൻ. അതെ അതെ. അച്ഛാ, കച്ചേരിക്ക് സമയം. ആ, എന്നാ അങ്ങോട്ട് പുറപ്പെടാം. ഓ. വരിക. എന്റെ ഈശ്വര, മണ്ണിന് പഴയ പോലെ ഇളക്കം കുറഞ്ഞോന്നൊരു സംശയം. ആ കൃഷി ഓഫീസർ വന്നപ്പോ ഞാൻ ആ കാര്യം സൂചിപ്പിച്ചിരുന്നു. വടക്കേ പറമ്പിൽ നാളികേരം തീരെ കുറവ്. അവിടെ ആള് താമസം ഇല്ലാത്തതിന്റെ കുറവ് അറിയാനുണ്ട്. ആ അതെ അതെ. ദാ. കരിയാത്താ. ആ. ആ, മതി മതി മതി, അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വരിക. അതെന്താ അത് വണ്ണനമ്പറ. ഇപ്പൊ ചാരായത്തിന് പകരം മണ്ണെണ്ണയാണോ നീ പിടിക്കുന്നത്? അതമ്പറ വയറ്റില് വരെയാണ് വര. ഇതാരാ പുതിയ ആള്? ഇതിന്റെ അടിയലാണ്. ഇയാൾ എവിടെയാ? ഓമല്ലൂർ മാണിക്കലിയാ. മനക്കലയോ? മാണിക്കലെല്ലാം അവിടെ വണ്ടിയെടുക്കുന്ന ആളാ. നീ ദിവസവും ചാരായ അടിച്ചോണ്ട് നിന്റെ പെണ്ണിനെ തല്ലാറുണ്ടെന്ന് കേട്ടല്ലോ. അത് ഞാനും കേട്ടമ്പ്ര. ആ. ആരതൊക്കെ പറയണത്? തെറ്റ് പെണ്ണിന് ആരെങ്കിലും തല്ലുവോ? എനിക്കൊരു ഓർമ്മയില്ല. ആ, ഇതങ്ങോട്ട് ചെല്ലുമ്പോ ഒരു ഓർമ്മ ഉണ്ടാവില്ല. അല്ലല്ലല്ല അമ്പ്ര. ആ, പോയി പെണ്ണ് നോക്ക. ഇതല്ല ഇത്. ഒത്താന് ഒത്താൻ. ആ അമ്പ്രാക്കന്മാര് പൊന്നാണ്, പൊന്ന്. ഈ കൂട്ടത്തിൽ മൂത്തവനായ ഞാൻ തന്നെ രണ്ടാം റൗണ്ടും തുടങ്ങാം. അങ്ങനെയല്ലേ ആലഞ്ചേരിക്കാരുടെ ഒരു പാരമ്പര്യം. പറഞ്ഞത് വളരെ ശരി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആലഞ്ചേരി തമ്പ്രാക്കളുടെ മക്കളായ നമ്മളിങ്ങനെ ഒളിച്ചിരുന്ന് കള്ളുടിക്കുന്ന വല്ല കാര്യമുണ്ടോ? ആരെയാ നമ്മളീ പേടിക്കുന്നേ? അച്ഛൻ കേക്കട്ടെ നിന്റെ ഈ ഗീർവാണം. പോകാൻ പറയണം നമ്മുടെ അച്ഛന്മാരോട്. കുറെ കാലം ആയാലും കളരെടുപ്പിക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് എന്തായി? അവിടെ രാവിലെ തുടങ്ങും. മേലോട്ട് ഉയർന്ന് രണ്ടാലും പൊക്കി പിടിച്ച് ഞെരിഞ്ഞം മറന്ന് രണ്ടാലും പൊക്കി പിടിച്ച് നടുവും തല്ലി വീണ് വേണ്ടായി. സത്യം. നമ്മളെ തച്ചോളി ഉദയനാക്കാനാ അച്ഛന്റെ ശ്രമം. നടക്കുന്ന കാര്യം വല്ലതാണോ? ആരെ തല്ലാനെ ഇതൊക്കെ പഠിപ്പിക്കുന്നത്? മര്യാദക്ക് ഒരു തല്ലുണ്ടാക്കാനും സമ്മതിക്കില്ല. അത്രേ ഉള്ളു. അവിടെ ഒരാള് പുലർച്ചെ തുടങ്ങും. സാ പാ പോ തുടങ്ങിയ ഒന്ന് നിർത്തണ്ടേ പണ്ടാരം. പാടി പാടി എന്റെ കഴുത്ത് കണ്ട നീണ്ടുപോയി. ഏതായാലും നീണ്ടല്ലോ, ഇനി കുറച്ചുകൂടി നീളട്ടെ. എടാ വാസു, ഒരു പാട്ട് പാടി. ആ പാട്. എന്റെ മനസ്സിൽ ഇപ്പൊ സംഗീതം ഇല്ല, ഉള്ളത് സന്താപമാ. എന്തിനാണ് ദുഃഖിക്കുന്നേ? അത് പറഞ്ഞാ നിങ്ങൾ എന്നെ തല്ലുവോ? അല്ലേ, നീ എന്തായാലും ഞങ്ങളോട് പറയടാ. എടാ പറയാ, നിന്റെ ഏതാഗ്രഹം ഞങ്ങൾ സാധിപ്പിച്ചേരടാ. അല്ലേ? ഞാൻ പറയാം. നമ്മുടെ കോയിക്കല് ഗോപാലൻ നായരുടെ മോളിൽ അവക്ക് എന്ത് പറ്റി? അവർക്കല്ല പറ്റിയത്, എനിക്ക് ആ കുട്ടീനെ ഇഷ്ടാ. ഞാൻ അവളോട് ഇതേവരെ അത് പറഞ്ഞിട്ടില്ല. പറയാനായിട്ട് ഒരു തടസ്സമുണ്ട്. എന്റെ ഭഗവാനെ, അച്ഛൻ അറിഞ്ഞ എന്നിട്ട് നീ പറയടാ. എന്ത് തടസ്സം ഉണ്ടെങ്കിൽ ഈ ഞാൻ അല്ല ഞങ്ങള് മാറ്റും. അച്ഛനോട് പോകാൻ പറയടാ. അയ്യോ, അവക്ക് കളരി പഠിക്കുന്ന 3 ആങ്ങളമാരുണ്ട്. മല പോലെ 10 എണ്ണം ഇവിടെ നിക്കണ്ട, എന്ത് 3 എണ്ണം? നീ ധൈര്യമായിട്ട് അവളോട് പറ. നിന്റെ പുറകില് ഞങ്ങളുണ്ട്. ഈ ഞാൻ അവൻ ചരിഞ്ഞു. അവന്റെ കോഴികളാപ്പ് കൊണ്ട് എന്റെ അമ്മേ, വരുന്ന നോക്കിയേ. വാസുവേട്ടന്റെ സെലക്ഷൻ ഉഗ്രൻ. എന്റെ കൈകാലും ആകെ വിറയ്ക്കണം. ഈ വരവ് കണ്ട വിറച്ചില്ലെങ്കിലേ അല്പസുള്ളൂ. അവിടെ ഇങ്ങത്താറായി. ചെല്ല് ചെല്ല്
ഞാനിതിനിടെ കാണും. ചെല്ല്. എന്താ വിമലയുടെ പേരെന്താ? എന്താ പതിവില്ലാതെ വാസോട്ടിന്റെ ചുറ്റിക്കളി? പ്രേമിക്കാനുള്ള പണി വല്ലതുമാണോ? ചെറിയ തോതിലൊരു അപ്പോ ലവ് ലെറ്റർ ഒന്നില്ലേ? ഉണ്ട്. അയ്യോ അവിടെ പോയി. അയ്യോ വാസോട്ടാ, പോയിട്ടില്ല, അത് അവന്റെ കയ്യിലായി പോയി. ആഹാ, രണ്ടുപേരും കൂടിയുള്ള ചുറ്റിക്കളിയാണല്ലേ? അല്ലല്ല, ഞാൻ മാത്രം. ശരി ശരി, ഞാൻ വാങ്ങിച്ചോളാം. അയ്യോ, ആ പിന്നെ രണ്ടുപേരും നാളെ ഇവിടെ തന്നെ ഉണ്ടാവണം, ഇതേ സമയത്ത് മറുപടിക്ക്. ഞാനും വേണോ? ആ എന്നോട് ഇത് വേണ്ടായിരുന്നു. ഇതാണ് ചേട്ടൻ പാര, അനിയൻ പാര. ആണോ? വാസോട്ടാ, അവള് വരാന്ന് പറഞ്ഞ സമയമായിട്ടുണ്ട്. അച്ഛനെങ്ങനെ പറഞ്ഞ സംഗതി കൊള്ളാവോ? എന്നെ പേടിപ്പിക്കാതിരിക്കും. എനിക്കൊരു ധൈര്യത്തിന് നീ കൂടെ നിൽക്കില്ലേ? അല്ല, ഞാനുണ്ട്. എന്നാലും വാസോട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്നതാ അതിന്റെ ഒരു ശരി. അതെന്താ? നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറയാനൊക്കെ ഉണ്ടാവില്ല. വേണ്ട, പറയാം, കുഴപ്പമുണ്ടാവോ? പേടിക്കണ്ട, ഞാൻ ഈ കൈപ്പന്തലുണ്ടാവും. അഞ്ചോടി ഉണ്ടാവണേ. പിന്നെ ഉഷാറായിട്ട് കൊണ്ട് കയറി നിൽക്കാം വാസോട്ടാ. നീയാണോടാ വാസു? അതെ. എന്തേ? നീ മറുപടിക്ക് കാത്തുക്കാണല്ലേ? അല്ല, അതെ, ഈ മറുപടി ആലഞ്ചേരിക്കാര് വലിയ കളരി കുരുക്കന്മാരല്ലേ? അതെ. എന്നാ നിനക്കുള്ള മറുപടി കളരി മുറയിൽ അയ്യോ ചേട്ടാ, അങ്ങാടിക്കല്ലേ, ഞാൻ പാട്ട് ഞാൻ കളരിയല്ല ഏറ്റടാ വണ്ടി. അയ്യോ, എന്നെ കൊല്ലല്ലേ. അയ്യോ, അയ്യോ. എനിക്ക് മറുപടി വേണ്ട. ഞാൻ അപ്പോഴേ പറഞ്ഞ നിങ്ങൾ അറിഞ്ഞ പ്രശ്നമാണെന്ന്. അയ്യോ, എനിക്കിനി പ്രേമിക്കണ്ട. ഞാൻ ഇഷ്ടപ്പെട്ടു. ഓടിക്കോ. അവന്മാർക്ക് ഇപ്പൊ കത്തിന്റെ മറുപടിയിട്ട് കാണോ? പിന്നെ എത്ര നേരമല്ലേ കിട്ടിക്കാണോ? അതറിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് പ്രേമിക്കാൻ. എന്ത് പറ്റിയടാ? ഞാൻ ആ പെണ്ണിന് കത്ത് കൊടുത്തരാ, അവളാകൾ മരണം തല്ല്. സത്യാണോ? സഹിക്കാൻ പറ്റണില്ലേ എനിക്ക്? ആലഞ്ചേരിയിൽ ഒരുത്തന്റെ മേലെ കൈവച്ചിട്ട് ഒരുത്തനെ അങ്ങനെ ജയിലിൽ കിടക്കണ്ട. വൈകിടാ. കോയിക്കൽ ഗോപാലൻ നായരുടെ മോൾക്ക് ആലഞ്ചേരി എന്നൊരുത്തൻ പ്രേമലേഖനം കൊടുത്ത അതിനൊക്കെ മറുപടി പറയാൻ മാത്രം ചേട്ടന്മാരങ്ങ് വളർന്നു അല്ലടാ. കൊടുത്താ നീയൊക്കെ എന്ത് ചെയ്യടാ? തിരിച്ചപ്പ തന്നെ ചുട്ട മറുപടി തരും. മറുപടി പിന്നത്തെ വെക്കണ പാരമ്പര്യ ആലഞ്ചേരി തറവാട്ടുകാർക്ക് ഇല്ലടാ. ആടിയോടാ.
നാളെ വരുമ്പോ നിന്റെ പെങ്ങളോട് പറഞ്ഞേക്ക് അവന് മര്യാദയ്ക്ക് മറുപടി കൊടുക്കാൻ. മനസ്സിലാടാ? എന്താ നോക്കണേ? എന്റെ പെങ്ങൾ അവനെ പ്രേമിച്ചിരിക്കണം, അല്ലെങ്കിൽ അറിയാലോ. ഇനി എന്നോട് ചോദിക്കാതെ വീട്ടിൽ പുറത്തിറങ്ങി പോകരുത്. പ്രേമിക്കാൻ നടക്കുന്നൊരുത്തൻ ഞങ്ങളായിട്ടൊരു സൽപ്പേർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അത് കളഞ്ഞു കുളിക്കാനാണ് ഭാവമെങ്കിൽ പെടർക്കി പിടിച്ച് പടിക്ക് പുറത്തു തള്ളു ഞാൻ. മനസ്സിലായ? ഇവൻ അവന്മാരെ തല്ലിന്ന് പറഞ്ഞപ്പോ ഞങ്ങള് ഓഹോ, കൂടപ്പറമ്പിനെ തല്ലിന്ന് കേട്ടപ്പോ നിന്റെ ചോര തിളച്ചു അല്ലേ? അപ്പോ കൂടെ പറഞ്ഞവർക്ക് പ്രേമലേഖനം കൊടുത്തപ്പോ അവിടെ ആങ്ങളമാരുടെ ചോര എന്തുമാത്രം തിളച്ചു കാണാ? ചാത്തുക്കുട്ടി, ആ താൻ കേട്ടില്ലേ മക്കളുടെ ഗുണഗണങ്ങള്? കേട്ടു. അതിന് ഇവരോട് ഇത്ര കയർക്കേണ്ട കാര്യമുണ്ടോ? എടോ, മക്കളെ ശകാരിക്കണം, പക്ഷെ ശിക്ഷിക്കരുത്. തന്റെ മക്കള് തന്നോളം എത്തിയാ താനെന്ന് വിളിക്കണം. അവര് തന്റേടികളായിട്ട് വളരട്ടോ ചാത്തുക്കുട്ടി. തന്റേടികളായിട്ട് വളർന്നോട്ടെ, പക്ഷെ അതിന് തോന്നിവാസികളായിട്ട് വളരുന്നത് എന്തിനാ? താനാ ഇവർക്ക് ആവശ്യമില്ലാത്ത തണൽ കൊടുക്കണത്. സൗകര്യത്തിലൊരാല് മുളച്ചാൽ അതൊരു തണലാക്കിയില്ലെങ്കിൽ പിന്നെ ആലഞ്ചേരിലെ ഇളമുറക്കാരെന്ന് പറഞ്ഞിട്ട് എന്താ ഒരു പ്രയോജനം? താൻ പറ. ഒരു പ്രയോജനവും ഇല്ല. ഞാൻ വെറുതെ നാക്കിട്ടടിച്ചത് മിച്ചം. താമ്പാ ആ സോമനല്ലേ വരുന്നത്? തമ്പ്രാക്കന്മാര് രണ്ടാളുണ്ടല്ലോ. എന്താ സോമ വിശേഷിച്ച്? കോടതിയിൽ നിന്ന് ഒരു ഇഞ്ചക്ഷൻ ഓർഡർ ഉണ്ട് ഭാഗവതർക്ക്. ഇഞ്ചക്ഷൻ ഓർഡറോ? എനിക്കാ? ചേക്കുട്ടിയായിട്ട് വാങ്ങിച്ചതാ. ഭാഗവതരുടെ ഭാര്യയുടെ പേരുള്ള സ്ഥലം അയാളുടെതാണെന്ന് പറഞ്ഞിട്ട്. എന്താ ഓർഡറില്? ആ സ്ഥലത്ത് നിങ്ങളാരും കയറാൻ പാടില്ലെന്ന ഓർഡറില് തെങ്ങും പറമ്പ് നിങ്ങൾ അതിക്രമിച്ച് കൈവശപ്പെടുത്തിയെന്ന്. എന്റെ ഈശ്വര, ഈശ്വരനെ വിളിക്കേണ്ടത് അവനല്ലേ? നിങ്ങളെ ആലഞ്ചേരിൽ ഒരുത്തന്റെ കൂടെ ഇറക്കി വിട്ടിട്ട് വർഷം 10-30 അതിന്റെ വേദന ജയക്കുട്ടിക്ക് ഇപ്പോഴാണ് തോന്നി തുടങ്ങിയതെങ്കിൽ അത് മാറ്റിക്കൊടുക്കാനും ആലഞ്ചേരിക്കാർക്ക് യാതൊരു മടിയില്ല. താൻ കുഴപ്പത്തിനൊന്നും പോണ്ട ചെറുപ്പ. താനൊന്നും ഉണ്ടായിരിക്കേ. കാക്കാശിന് വകയില്ലാതിരുന്ന ഇവൻ എന്നാണ് ജയക്കുട്ടി റൈറ്റർ ആയതെന്നും നമുക്കെതിരെ ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങാൻ ആളായതെന്നും എനിക്കൊന്ന് അറിയണം. അറിയാനൊന്നുമില്ല. ഇത്തവണ രണ്ടിലൊന്ന് ഞാൻ അറിയിച്ചു കൊടുക്കും. ഒരാലഞ്ചേരി തമ്പ്രാക്കള്. ആരാടാ ഇവനൊക്കെ തമ്പ്രാക്കൾ എന്ന് വിളിക്കുന്നത്? നീ വിളിക്കാറുണ്ടോ? ഞാൻ വിളിക്കാറില്ല. എന്നാ നീ വിളിക്കണ്ട. അതിനുള്ള ഗതികേട് നിനക്ക് ഞാൻ ഉണ്ടാക്കില്ല. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടാ റൈറ്ററെ. ഗതി കെട്ടാ പുലി പുല്ലും തിന്നല്ലേ? ഓ തമ്പ്രാക്കന്മാർ റോട്ടിലൂടെ പുല്ലും തിന്ന് നടക്കുന്നത് എനിക്കൊന്ന് കാണണം. അത് ഞാൻ കാണിച്ചു തരാം. പോയിട്ടുണ്ടല്ലോ നമ്മുടെ ഇഞ്ചക്ഷൻ. നീ നോക്കിക്കോ. ആദ്യം ഞാൻ അവളെ മക്കളെ കൊണ്ട് എന്റെ കാല് പിടിപ്പിക്കും. പിന്നെ തമ്പ്രാക്കന്മാര്. അതിനെ ഞാൻ വേല വെച്ചിട്ടുണ്ടടാ. അത് പിന്നെ എനിക്ക് റൈറ്ററെ. കോടതിയും കേസും ഒക്കെ എന്തിനാണെന്നാ ഞാൻ ചോദിക്കുന്നത്? അച്ഛനൊരു വാക്ക് പറഞ്ഞാൽ മതി, പിന്നെ അയാൾക്ക് എവിടെയും പോണ്ടി വരില്ല. പോയി വെട്ടി നോക്കണോ? അച്ഛനൊന്ന് പറഞ്ഞാ മതി. വേണ്ട, തലയിരിക്കുമ്പോ വാലാറണ്ട. ഒരാവേശത്തിന് ആർക്കും എന്തും കാണിക്കാം. കയ്യാങ്കളിക്കുള്ള സമയമാവുമ്പോ ഞങ്ങൾ പറയും. ഇപ്പൊ കളിക്കേണ്ടത് ബുദ്ധി കൊണ്ടാ. അതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കുക. ചേക്കുട്ടി അയാളുടേതെന്ന് പറയുന്ന സ്ഥലത്തിന് വേണ്ടി ഇത്ര ബലം പിടിക്കുന്നത് എന്തിനാ? നാളീകാരത്തിന് വേണ്ടി, മറ്റു മേലാദായങ്ങൾക്ക് വേണ്ടി. അല്ലാതെ മണ്ണൊന്നും വാരിക്കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അതില്ല. അപ്പോ അയാൾ ഇങ്ങോട്ട് പ്രയോഗിച്ച അതേ ബുദ്ധി അങ്ങോട്ടും പ്രയോഗിക്കാം. താൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഇന്ന് രാത്രി തന്നെ ചേക്കുട്ടിയുടെ പേരിൽ നമ്മളൊരു ഇഞ്ചക്ഷൻ അങ്ങോട്ട് പ്രയോഗിക്കുന്നു. ഇന്ന് രാത്രി നമ്മൾ ആരും ഉറങ്ങുന്നില്ല. വേണ്ട ബാല്യക്കാരെയും വിളിക്കാം. തെങ്ങയിലെ നാളികേരം മുഴുവൻ ഇവിടുത്തെ പത്തായപ്പുറയിലെത്തണം. പെങ്ങക്ക് ചെലവിന് കൊടുത്തതാണെന്ന് കൂട്ടിക്കോട്ടെ. കൊള്ളാം. ശരിക്കും മെയ്യിറങ്ങി ഒരു അഭ്യാസം കാണിച്ചിട്ട് നാള് കുറെ ആയി. ഇവിടെ വാ. അയ്യോ അയ്യോ, എന്നോടൊപ്പം പിടിച്ചേ. ഉണ്ണിടുമ്പോ നീ ഇങ്ങനെ എന്റെ പുറത്ത് കയറണേ? ഞാൻ ഇറങ്ങി വരും, നീ കണ്ടല്ലേ?
നീ കണ്ടില്ലേ? ഓ ഞാൻ ഇറങ്ങി വരുമ്പോ നീ കേറി വരുന്നുണ്ടോ നോക്കല്ലേ? നിനക്ക് വേറെ ഒരു തെങ്ങ് കിട്ടില്ല കയറാൻ. ഞാൻ ഏത് തെങ്ങിലെ കയറുന്നേ? എന്നാ പോയി വല്ല ഇടിവെട്ട് തെങ്ങിട്ട് നോക്കാം, എന്നിട്ട് അതും പോയി കയറും. എന്റെ വയനാ നീ കേൾക്കും. എടാ കിടന്ന് ബഹളം വെക്കലടാ. ഈ ചേട്ടൻ എപ്പോഴും ഇതിന്റെ മുകളിൽ കയറി? അയ്യോ ഞാൻ ചേട്ടന്റെ മണ്ടലൊന്നും കണ്ടില്ലല്ലോ. കാണൂലടാ മണ്ട, ഞാൻ തെങ്ങിന്റെ മണ്ടയിൽ ഇത് കള്ളും മുടിച്ചോട്ട് പാട്ടും പാടി തേങ്ങ പറിക്കായിരുന്ന മണ്ട. ഇത് പിടിക്കടാ. കള്ളിലേ ഉണ്ടോ? ഓ ഇയാത്തിന്റെ അലയിൽ ഇറങ്ങിയിട്ടാൽ കിട്ടോന്നല്ല ഞാനൊട്ടിക്കും. തള്ളിവിട്ട് പോട്ടെ. കുട്ടിന്റെ അണ്ണാൻ അടിച്ചൊട്ടിക്കുകയാണ്. അങ്ങനത്തെ വായുണ്ടല്ലോ. ചേട്ടൻ എന്നോടൊന്ന് പറഞ്ഞാ പോരെ? അപ്പൊ നോക്കിയില്ലേ? നിങ്ങളാണോ ചാത്തുക്കുട്ടി ഭാഗവതർ? അതെ. ചന്തപ്പൻ കുരുക്കൾ? അത് ഞാനാണ്. രണ്ടാളും സ്റ്റേഷൻ വരെ വരണം. എന്താ സാർ കാര്യം? നിങ്ങൾ രണ്ടാളുടെയും പേരിൽ മോഷണ കുറ്റത്തിന് കംപ്ലൈന്റ് ഉണ്ട്. മോഷണമോ? ആരാരുടെ എന്ത് മോഷ്ടിച്ചു? ചേക്കുട്ടി റേറ്റയുടെ കംപ്ലൈന്റാ. നിങ്ങൾ അയാളുടെ തേങ്ങ മോഷ്ടിച്ചു. സാർ ഇതൊരു കള്ളക്കേസാണ്. ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. അതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. ഇപ്പൊ രണ്ടാളും എന്റെ കൂടെ വരണം. സാറ് ഇവിടെ പുതിയതാണല്ലേ? അല്ല, ഞങ്ങള് കൂടെ വരണം നിർബന്ധമാണോ? നിർബന്ധമാണ്. മാറൂല. അങ്ങനെ അമ്പ്രാക്കന്മാരെ ഇങ്ങോട്ടുണ്ട്. വിട്ടില്ലെങ്കിൽ എന്തിനാണ് സാറന്മാർ അവരെ കൊണ്ടുപോണേ? തേങ്ങ മോഷ്ടിച്ചതിനല്ലേ? തേങ്ങ മോഷ്ടിച്ച് ജീവിക്കേണ്ട ഗതികേടൊന്നും ആലഞ്ചേരി തമ്പ്രാക്കന്മാർക്കില്ല. ഇങ്ങക്ക് കത്തോലല്ലേ വേണ്ടത്? അത് ഞങ്ങളാണ്. സത്യാണ് സാറേ പറഞ്ഞേ. ഞങ്ങൾ അറസ്റ്റ് ചെയ്യും. നടക്കടാ. വെളിയിലടാ. സന്തോഷമായിട്ട് വരും. ഇവരെന്താ ചെയ്യണം ഞമ്മക്ക് നോക്കണല്ലോ. ഗോപ, രണ്ടുപേര് ചെന്ന് അവരെ ജാമ്യത്തിൽ ഇറക്കാനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്യേ. ആ ബാക്കിയുള്ളവര് ചെന്ന് പത്തായപ്പരയിലുള്ള തേങ്ങ എടുത്ത് അടിയാന്മാർക്ക് കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യേ. തർക്കം മുതൽ ആലഞ്ചേരിക്കാർക്ക് വേണ്ട. പോയിക്കോ. ആ ദേവകി, ഞങ്ങള് ആ ചേക്കുട്ടി ഒന്ന് കണ്ടിട്ട് വരാം. കാണണ്ടേ? അവനെ കണ്ട് രണ്ട് വർത്തമാനം പറയാൻ വേണ്ടി കൊതിച്ചിരിക്കല്ലേ ഞാൻ. താൻ വാ. അല്ല